Hello everyone, welcome to XandY Learning. Chemistry എങ്ങനെ എളുപ്പമാക്കാം ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പല വിഷയങ്ങൾക്കും പലർക്കും പല രൂപത്തിലായിരിക്കും ഇഷ്ടപ്പെടലുണ്ടാവുക. മാത്സ് നല്ല ഇഷ്ടപ്പെടുന്നവരുണ്ട്, മാത്സിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാത്തവരുണ്ട്. സയൻസിലെ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതിൽ ഒരു രസമുണ്ട്. അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെടേണ്ടത്, നേരെ മറിച്ച് വളരെ രസകരമായിട്ട് തന്നെ ഏതൊരു സബ്ജക്റ്റും നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് കെമിസ്ട്രിയെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാക്കി മാറ്റിയെടുക്കാം. ഞാൻ ചില സ്റ്റെപ്പുകൾ പറഞ്ഞു തരാം, അത് നിങ്ങൾ ഫോളോ ചെയ്താൽ എന്താകും, കെമിസ്ട്രി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായി മാറും. കെമിസ്ട്രിക്ക് നമ്മൾക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. നമുക്ക് കെമിസ്ട്രി പഠിക്കണമെന്നുണ്ടെങ്കിൽ ചില അറിവുകൾ, ചില മുൻ അറിവുകൾ വളരെ നിർബന്ധമാണ്. ഞാൻ ഏറ്റവും ഈസിയായി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ഒക്കെ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് എന്താണ് എലമെന്റ് എന്നും എന്താണ് കോമ്പൗണ്ട് എന്നും ചോദിച്ചാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എലമെന്റ് അഥവാ മൂലകം, കോമ്പൗണ്ട് അഥവാ സംയുക്തം. അപ്പൊ ചിലർക്ക് പറയുന്നത് ഓ അറിയാലോ. എന്നാൽ എന്താണ് ആറ്റം, എന്താണ് തന്മാത്ര, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് 4 ടേമുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുവെങ്കിൽ കെമിസ്ട്രിയിലെ ചില ബേസിക് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും വളരെ വലിയ ക്ലാസ്സിലെ കുട്ടികൾ പോലും ഹൈഡ്രജൻ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എലമെന്റ് ആണോ അതല്ല കോമ്പൗണ്ട് ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ ആറ്റംസ് ആണോ ഉള്ളത് അതല്ല മോളിക്യൂൾ ആണോ? ഇത് ആകെ കൺഫ്യൂസ്ഡ് ആകുന്ന രൂപത്തിലാണ് പല കുട്ടികളുടെയും അറിവുകൾ ഉണ്ടാവുക. അപ്പൊ ചില അറിവുകൾ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ക്ലാസ്സിൽ പഠിച്ച അറിവുകൾ വളരെ കൃത്യമായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനിൽ ആ കോൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനത്തെ. ഇപ്പൊ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ 1 ആണ്, ഹീലിയം 2 ആണ്, ലിഥിയം 3 ആണ്. ഇങ്ങനെ അതിന്റെ അറ്റോമിക് ഓർഡറിൽ നമുക്ക് പാട്ടൊക്കെ പാടി നമുക്ക് പഠിക്കാം. ഞാൻ തന്നെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, പാട്ടും പാടി എങ്ങനെയാണ് പീരിയോഡിക് ടേബിള് നമുക്ക് പഠിക്കാം. ഹായ് ഹീലി BBC ന്യൂസ് ഓഫ് ആക്കിയോ നീ, ആദ്യത്തെ 10 എലമെന്റ് ആയി അല്ലെ. സോഡ മാഗി അലമാരയിൽ സിലിക്കൺ പാത്രത്തിൽ സൂക്ഷിക്കാൻ ക്ലാരയും പൊട്ടനും കാത്തിരുന്നു 20 വരെയായി. സ്കൂട്ടി വിക്രമൻ ഫെക്കോനിക്കുസും 30 വരെയായി. അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ 30 എലമെന്റുകൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി ആ കോൺസെപ്റ്റ് ഫസ്റ്റേ നമുക്ക് അറിയുന്നുവെങ്കിൽ അത് നമ്മുടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യാണ്ട് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായി കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കെമിസ്ട്രി പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സ് പോലെ മുഴുവൻ തിയറി അല്ല, ബയോളജി പോലെ മുഴുവൻ ബൈഹാർട്ടുമല്ല. ഇത് രണ്ടിനെയും ഇടയിലാണ് കെമിസ്ട്രിയുടെ സ്ഥാനം. അപ്പൊ ആ രൂപത്തിൽ വേണം അറിഞ്ഞ് നമ്മൾ പഠിക്കാൻ. രണ്ടാമതൊരു കാര്യം എന്നുള്ളത്, ഈ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ കൃത്യം. നിങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടിയാണോ, 7ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ആസിഡ് ബേസ് ചാപ്റ്റർ ഉണ്ട്. അതേപോലെയുള്ള പിന്നെ നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ്സിലെ തുടക്കം തന്നെ നമുക്കൊരു പീരിയോഡിക് ടേബിൾ ആണ്. അവർ 9ാം ക്ലാസ്സിന്റെ ആ പീരിയോഡിക് ടേബിൾ ഒരു തവണയെങ്കിലും ആ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ ഒരു ധാരണ വെച്ച് അല്ലെ, നമുക്ക് മുമ്പുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ഒരു മടിയും ഉണ്ടാവൂല. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയി പിന്നീട് പഠിക്കുമ്പോൾ നമുക്ക് എന്താവും, അത് എളുപ്പമായി മാറും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് യൂസ് വിഷ്വൽ എയ്ഡ്സ്. നമുക്ക് ഈ പറഞ്ഞ കെമിസ്ട്രി ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യുലാർ മോഡൽസ്. എന്താണ് മോളിക്യുലാർ മോഡൽ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മൾ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അഥവാ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബോൾസ് കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ ആറ്റംസ് ആണ്. എൻ്റെ കയ്യിലുള്ളതാ ഈ സ്റ്റിക്കുകളാണ് നമ്മൾ ബോണ്ടുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനൊരു മോളിക്യൂൾ ഉണ്ടാക്കാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ CH4 മോളിക്യൂൾ ഉണ്ടാക്കുകയാണ്. CH4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീഥൈൻ ആണ്. ഒരു കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റവും. അപ്പോൾ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ബോളാണ് ഞാൻ കാർബൺ ആറ്റത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാൻ പറ്റും കാർബണിന് ഇവിടെ 4 ഹോൾസ് അതിൻ്റെ സൈഡിലുണ്ട്. ഈ 4 ഹോൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, അതിന് 4 വാലൻസി എത്രയാണ് കാർബണിൻ്റെത്, 4 ആണ് എന്നാണ്. ആ 4 വാലൻസി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് 4 ഡിഫറെൻറ്റ് ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യുന്നത്, ബോണ്ടിങ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതാ ഈ പറഞ്ഞ CH4നെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാർബൺ ആറ്റം എടുത്തു, ഇതാണ് നമ്മുടെ ആദ്യത്തെ ബോണ്ട്. അത് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ആദ്യത്തെ ഹൈഡ്രജനുമായിട്ട് ഇവിടെ കൊവാലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. ഞാൻ രണ്ടാമത്തെ ബോണ്ട് ഉണ്ടാക്കുന്നു, അതും ഹൈഡ്രജനുമായിട്ട് കൂടിച്ചേരുന്നു. മൂന്നാമത്തെ
മൂന്നാമത്തെ ഒരു ബോണ്ട് ഇതാ ഇവിടെ മറ്റൊരു ഹൈഡ്രജനുമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു. നാലാമത്തെ ഒരു ബോണ്ട് ഇതാ കാർബൺ ആറ്റം അവസാനത്തെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു. അപ്പം 4 കാർബണിൻ്റെ 4 ഇലക്ട്രോൺ 4 ഹൈഡ്രജനുമായിട്ട് കൂടിച്ചേർന്ന് CH4 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം ഇങ്ങനെയാണ്. നമ്മൾ ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കാർബൺ 4 ഹൈഡ്രജനെ അവിടെ ഇവിടെ വരച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിലുള്ള CH4 എന്ന് ഇങ്ങനെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലിലൂടെ നമ്മൾ കണ്ടുപഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി കെമിസ്ട്രി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നമുക്ക് എന്താവും സഹായകമാകും. അപ്പൊ കണ്ടില്ലേ, ഈ രൂപത്തിലാണ് നമ്മൾ മോളിക്കുലർ മോഡൽസ് വെച്ച് നമുക്ക് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, പഠിക്കാൻ പറ്റും. മറ്റൊരു രീതിയാണ് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സിമുലേഷൻസ് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ നെറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞിട്ടുള്ള ഫെറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഫെറ്റ് എന്ന് പറയുന്ന സൈറ്റ്, അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിൽ ഫിസിക്സിലും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഒക്കെ ഒരുപാട് സിമുലേഷൻ നമുക്ക് തന്നെ ചെയ്തു നോക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗ്യാസ് ലോസ് അല്ലേ. പ്രഷറും അതേപോലെ തന്നെ ഈ പറഞ്ഞ ടെമ്പറേച്ചറും തമ്മിൽ എന്തുണ്ട്, റിലേറ്റഡ് ആണ്. നമ്മളിതാ ഇവിടെ നമുക്കിങ്ങനെ ഹീറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വോള്യം ഇൻക്രീസ് ചെയ്യും എന്നുള്ള നമ്മൾ പഠിച്ച 10ാം ക്ലാസ്സിലെ ചാൾസ് ലോ എന്ന് പറയുന്ന സംഗതി എന്ത് ചെയ്യാൻ പറ്റും, ചാൾസ് ലോ അല്ല, ബോയിൽസ് ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റും. അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നു എന്നുള്ള അവോഗാഡ്രോസ് ലോ നമുക്ക് പറയാൻ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് തന്നെ ഹീറ്റിങ്ങും കൂളിങ്ങും ചെയ്യാം, അതിലെ പാർട്ടിക്കിൾസുകൾ മാറ്റിയെടുക്കാം. അപ്പോൾ ഉണ്ടാകുന്നതനുസരിച്ച് ഓരോ പ്രഷറിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നെല്ലാം ഇവിടെ തന്നെ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് നമുക്ക് കാണിക്കാൻ, അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിമുലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. മറ്റൊന്നുള്ളത് ഈ പറഞ്ഞ കണക്ട് തിയറി വിത്ത് അവർ റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ്. കെമിസ്ട്രി ജസ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. നമ്മുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കെമിസ്ട്രി ഏറ്റവും വലിയ കെമിസ്ട്രി ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ ആണ് അല്ലെ. നമ്മുടെ അമ്മ വരുന്നു, LPG ഗ്യാസ് ഓൺ ആക്കുമ്പോൾ അത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഒരു ഗ്യാസിനെ ഹൈ പ്രഷർ കൊടുത്ത് ലിക്വിഡ് ആക്കിയതാണ് എന്നുള്ള ലിക്വിഫാക്ഷൻ എന്നുള്ള ആ ടേം ഓർമ്മ വരണം. അവിടെ ആ പറഞ്ഞ LPG കത്തിക്കുമ്പോൾ അതിൽ ബ്യൂട്ടൈൻ ഗ്യാസ് ആണ്. ബ്യൂട്ടൈൻ ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ കമ്പഷൻ എന്നുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. കമ്പഷൻ നടന്നാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് അവിടെ, H2O അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള ആ തിയറി നമുക്ക് അറിയണം അല്ലെ. സോൾട്ട് എടുക്കുമ്പോൾ NaCl സോഡിയം ക്ലോറൈഡ് ആണെന്ന് അറിയുന്ന ഒരാള് അത് വളരെ തമാശക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടില് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. അമ്മയോട് ആ സോൾട്ട് അല്പം കറിയിലേക്ക് ഇടുന്നു പറഞ്ഞ പകരം എന്ത് ചെയ്യാം, കുറച്ച് സോഡിയം ക്ലോറൈഡ് ഒന്ന് ഇട്ട് നോക്കൂ അമ്മയെന്ന് പറയാം. ഇങ്ങനെ ഏത് സബ്സ്റ്റൻസ് നമ്മൾ കാണുമ്പോഴും അതിന്റെ കെമിക്കൽ നെയിംസ് എന്ത് ചെയ്യണം, നമുക്ക് പറയാൻ പറ്റണം മക്കളെ അല്ലെ. വിനെഗർ എടുക്കുമ്പോൾ അത് അസറ്റിക് ആസിഡ് ആണെന്നും അതൊരു വീക്ക് ആസിഡ് ആണെന്നും നമുക്ക് പറയാൻ പറ്റണം. കാരണം അതുകൊണ്ടാണ് നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത് അല്ലെ. ഒരു സോഡ പൊട്ടിക്കുമ്പോൾ അത് കാർബോണിക് ആസിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഈ രൂപത്തിൽ തക്കാളി ടേസ്റ്റ് ചെയ്യുമ്പോൾ പുളിരുചി സോർ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അതിൽ ഒക്സാലിക് ആസിഡ്. ഇങ്ങനെ എവിടെ നോക്കിയാലും അതിന്റെ പിന്നിലുള്ള കെമിക്കൽസ് എന്താണ്, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ കെമിക്കൽ നെയിം എന്താണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കണം. ഇനിയുള്ള ഒന്ന് എന്നുള്ളത് നമുക്ക് കെമിസ്ട്രി ഏറ്റവും ഇഷ്ടകരമാക്കാൻ പറ്റിയ ഒന്നാണ് മേക്ക് യുവർ ഓൺ എക്സ്പെരിമെന്റ്സ് അല്ലെ. നമുക്ക് തന്നെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കാം അല്ലെ. ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി എന്നുള്ളത് നമുക്കറിയാം ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്, സൂചകമാണ്. അത് വെച്ചുകൊണ്ട് നമ്മളെ വീട്ടിൽ ഒരു സോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പൗഡർ, നമ്മളെ വാഷിംഗ് പൗഡർ എടുത്തുകൊണ്ട് അതിൽ ഒഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ കളർ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അത് വിനെഗർ എടുത്ത് അതിലേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ കളർ വ്യത്യാസം റെഡ് ആണോ യെല്ലോ ആണോ എന്നെല്ലാം കൃത്യമായി നോക്കി ഓരോ ആസിഡിനെയും ബേസിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടേതായിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളൊക്കെ ഒരു പക്ഷേ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള അല്ലെ. ബേക്കിംഗ് സോഡ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ, ബേക്കിംഗ് സോഡയും വിനെഗറും ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കാരണം എന്ത് ചെയ്യും, ഇതൊരു റോക്കറ്റ് പോലെ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മുടേതായിട്ടുള്ള വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ രൂപത്തിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രി വളരെ ഇഷ്ടപ്പെട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം. എവിടെ നോക്കിയാലും ഒരു കെമിസ്ട്രി നമുക്ക് അതിന്റെ പിന്നിൽ കണ്ട് നമുക്ക് അറിഞ്ഞുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ വിഷയത്തെ ഇഷ്ടപ്പെടാൻ സാധിക്കണം. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും സ്കൂളിൽ എത്തുമ്പോൾ നമുക്ക് അടുത്ത ഒരു സംഗതിയാണ്, നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഈ പറഞ്ഞ
ഈ കെമിസ്ട്രി നമ്മൾ എപ്പോഴും റെഗുലർലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം അല്ലെ. ഒരുപാട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ XandYയുടെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലെ XandYയിലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ലെവൽ 2, ലെവൽ 1, ലെവൽ 3 അങ്ങനെ ലെവൽ 1 ആണെങ്കിൽ ഏറ്റവും വീക്ക്, ഏറ്റവും ആർക്കും ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ, ലെവൽ 2 ആണെങ്കിൽ കുറച്ചൊക്കെ നല്ല ടഫ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മുടെ സ്കൂളിലൊക്കെ വന്ന എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ്, ലെവൽ 3 ഒക്കെ ആണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ NMMS, NTSE അല്ലെങ്കിൽ ഒളിമ്പ്യാഡിനൊക്കെ വന്നിട്ടുള്ള SOF-നൊക്കെ വന്നിട്ടുള്ള കോമ്പറ്റീഷൻ എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ തരംതിരിച്ചാണ് ഞങ്ങൾ എന്ത് ചെയ്യാറുള്ളത്, XandY നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസിലൊക്കെ എന്ത് ചെയ്യാറുള്ളത് ഉള്ളത്. അപ്പൊ ആ രൂപത്തിൽ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണുന്നതിലൂടെ നമുക്ക് നമ്മൾ പഠിച്ച കെമിസ്ട്രി എന്ത് ചെയ്യാൻ പറ്റണം, അത് പേപ്പറിൽ ആക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ കെമിസ്ട്രി എന്ത് ചെയ്യുക, ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കെമിസ്ട്രി ആയിരിക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിട്ട് മാറുക. താങ്ക് യു ഓൾ, ബൈ.